നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇവിടെ ചെറിയ ടെലിഫിലിമുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ചിലർക്ക് വിവാഹ തടസ്സമായിരിക്കും, ചിലർക്ക് വിവാഹം കഴിഞ്ഞിട്ട് എത്ര ചികിത്സിച്ചിട്ടും സന്താനം ലഭിക്കാതിരിക്കുന്നുണ്ടാകാം, ചിലർക്ക് മദ്യപാനശീലം കൊണ്ട് പൊറുതി മുട്ടിക്കൊണ്ട്, അതായത് ഭർത്താവോ അല്ലെങ്കിൽ മകനോ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനൊക്കെ അടിമയായിട്ട് അഡിക്ഷൻ സെൻ്ററിലൊക്കെ ഒരുപാട് കാലം കൊണ്ടുനടന്നിട്ട് മാറ്റമില്ലാതെ വരുന്നത്. ചിലർക്ക് ഡിപ്രഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം, ചിലർക്ക് കടബാധ്യതയായിരിക്കാം, ചിലർക്ക് രോഗദുരിതങ്ങളായിരിക്കും, ഏത് നേരം നോക്കിയാലും ആശുപത്രിവാസം, കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു പ്രശ്നങ്ങളും ചിലടത്ത് ഭയങ്കര കലഹമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ. പിന്നെ ചിലർക്ക് തൊഴിൽ തടസ്സമായിരിക്കും, ചിലർക്ക് വരുമാന നഷ്ടമായിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന, നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്ന, നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സൊല്യൂഷനാണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയുന്ന 4 കാര്യം: ധർമ്മദേവത പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും. അതിലേക്ക് വേണ്ടി എല്ലാ പ്രേക്ഷകരെയും ഈ വീഡിയോകൾ 8 മിനിറ്റിൻ്റെ വീഡിയോ ആണ് വരുന്നത്, ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ ഉറപ്പായിട്ടും ലഭിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് പറയരുത്. അവസാനം കടം കയറി ചാവാൻ പോകുന്നൊരവസ്ഥയിൽ വന്നിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാമെന്ന് പറയുന്നതല്ല ബുദ്ധി. നമുക്ക് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതിന് തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല. അത് തന്നെ ക്ഷേത്രത്തിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ എവിടെ തൊഴണോ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞ പ്രശ്നം ഇതൊന്നും പേടിക്കണ്ട. ഇവിടെ വരുന്നവർക്കെല്ലാം സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഒരാൾ വന്നിട്ട് അവിടെ തൊടൽ, ഇവിടെ അയിത്തം എന്ന് പറഞ്ഞ സംഭവമില്ല. അതുപോലെ തുള്ളൽ ചാട്ടം ഇതൊന്നുമില്ല. എല്ലാം യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി. അത്രയും സൈലൻ്റായിട്ടാണ് ഈ ക്ഷേത്ര സന്നിധി എന്ന് നിങ്ങളിവിടെ വന്ന് നോക്കുന്നവർക്ക് മനസ്സിലാക്കാം.
സാറേ നമസ്കാരം. സാറേ എൻ്റെ പേര് ദിവാകരൻ എന്നാണ്. പാലായിലാണ് വീട്. സാറേ ഞാനൊരു പൈനാപ്പിൾ കൃഷിക്കാരനാണ്. അപ്പം ഞാൻ പറമ്പിലും ചെയ്യും, പാട്ടത്തിനടുത്തൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് കൃഷി ചെയ്തിട്ടും അതിനകത്ത് അങ്ങോട്ട് മേൽഗതിയില്ല സാറേ. ഇല്ല സാറേ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു സാറേ. പേരെന്തായിരുന്നു? എൻ്റെ പേര് ദിവാകരൻ എന്നാണ് സാറേ. നക്ഷത്രം? നാളെ വിശാഖം. വീട്ടുപേര്? പാലായിലാണ്. അഖിൽ ഭവൻ, പാലായിലാണ് വീട് സാറേ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പേരാളത്തേക്ക് വരാം. പ്രണവമലയിൽ 27 ദേവതകൾക്കും തട്ടസമർപ്പണം, 27 ദേവതകൾക്ക് മുട്ടർക്കൽ, 27 ദേവതകൾക്ക് ഭാഗ്യസൂക്തം, 27 ദേവതകൾക്ക് നിവേദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പൂജയിലേക്ക് വരാൻ പറ്റും കേട്ടോ. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആവാൻ പൂജയിലേക്ക് വരാം. പൈസ അടച്ച് ബുക്ക് ചെയ്യുക, നമ്മുടെ ഡേറ്റ് ആകുമ്പോൾ വരാം, മാറ്റാം. പിന്നെ ധർമ്മദേവത പ്രീതി വരുത്ത പ്രായച്ചിത്ത ബലിയുടെ വീടിൻ്റെ വാസ്തവത ശരിയാവും. ശരിയാവും കേട്ടോ. ഓക്കെ, ശരി. സാഗരേ കരുണാകര പേരമംഗലത്തപ്പ ജഗദീശ്വര നാഗരേ കരുണാകര പേരമംഗലത്തപ്പ ജഗദീശ്വര പാരിന്ദുരിതങ്ങൾ തീർത്തിടുവാനായി പ്രണവമല തന്നെ നീ തീർത്തു പാരിന്ദുരിതങ്ങൾ തീർത്തിടുവാനായി പ്രണവമല തന്നെ നീ തീർത്തു കദ്രുവിൻ പുത്ര കശ്യപപുത്ര ദുരിത നിവാരണം നീ തന്നെ പാരിൻ ദുരിതം തീർത്തരുളിയിടും ജഗദീശ്വരനും നീ തന്നെ കദ്രുവിൻ പുത്ര കശ്യപപുത്ര ദുരിത നിവാരണം നീ തന്നെ പാരിൻ ദുരിതം തീർത്തരുളിയിടും ജഗദീശ്വരനും നീ തന്നെ നാഗരേ കരുണാകര പേരമംഗലത്തപ്പ ജഗദീശ്വര നാഗരേ കരുണാകര പേരമംഗലത്തപ്പ ജഗദീശ്വര പാരിന്ദുരിതങ്ങൾ തീർത്തിടുവാനായി പ്രണവമല തന്നെ നീ തീർത്തു പാരിന്ദുരിതങ്ങൾ തീർത്തിടുവാനായി പ്രണവമല തന്നെ നീ തീർത്തു മാറ്റാൻ അന്ധത മാറ്റാൻ അയിത്തം മാറ്റാൻ നീ വന്നു സത്യസ്വരൂപ കരുണാകരനെ നിത്യാനന്ദം നീ തന്നു അജ്ഞത മാറ്റാൻ അന്ധത മാറ്റാൻ അയിത്തം മാറ്റാൻ നീ വന്നു. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ളത്.
ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. നമസ്കാരം സാർ. നമസ്കാരം. ഇത് സിബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചങ്ങനാശ്ശേരി താലൂക്ക് സനാതന ധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ അതുകൂടെ ശിഷ്യനാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ്. 2022 ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഏലസ് വാങ്ങി ധരിച്ചു. അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജ കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് മേലെയായി. നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, തെക്കോട്ട് പോകുന്തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല, തട്ടിപ്പ് വെട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ള രീതിയിലേക്കും. പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിബിക്ക് നല്ല ബോധ്യം വന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു ഏലസ് ധരിച്ചു. കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായില്ല, എല്ലാം തീർന്നിട്ട് ഇവിടെ എത്തുള്ളൂ. പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പോഴുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഏലസ് ധരിക്കുക. ഏലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളിനുള്ളിൽ തന്നെ പൈസ വരും. പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി. പിന്നെ ജ്യോതിഷം പഠിക്കണം തോന്നി. കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും. അപ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും. മറ്റൊന്ന്, മറ്റൊരു 10 പേർക്ക് ഇതിൻ്റെ വഴി കാണിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക.